another episode of Comedy Masters. Comedy Mastersന്റെ മറ്റൊരു എപ്പിസോഡ് ഇവിടെ ആരംഭിക്കാൻ പോവുകയാണ്. ഞാൻ എത്തിയിരിക്കുകയാണ്. ഇനി നമുക്ക് നമ്മുടെ മാസ്റ്റേഴ്സിനെ കൂടെ സ്വാഗതം ചെയ്യാം. ഹായ് മാസ്റ്റേഴ്സ്. ഹായ്. വെൽക്കം ടു കോമഡി മാസ്റ്റേഴ്സ്. നാദിക, ബക്കർ ചേട്ടാ ആൻഡ് ബിപിൻ ചേട്ടാ, എല്ലാം അടിപൊളിയായിട്ട് ഉഷാറായിട്ട് നമ്മൾ മുന്നോട്ടേക്ക് പോവാണ്. അതെ, അടിപൊളി. എങ്ങനെ നാദികയുടെ മനസ്സിൽ ഇപ്പോൾ എന്താണ് ചിന്തിക്കുന്നതെന്നുള്ളത് എനിക്ക് മനസ്സിലായി. നാദികയുടെ ഉള്ളിൽ ഒരു ചെറിയ മാടപ്രാവ്. മാടനാണോ കാടാന്നല്ലോ അല്ലേ പറഞ്ഞത്? മാടപ്രാവ് തന്നെയല്ലേ പറഞ്ഞത്? മാടപ്രാവ് ഒളിഞ്ഞിരിപ്പുണ്ട്. ഇത് ഞാൻ പറയുമ്പോൾ ബിപിൻ ചേട്ടന്റെ ഉള്ളിൽ കുശുമ്പ്. എനിക്കത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് ആ മനസ്സിൽ നിന്ന്. അല്ല, ഇതൊക്കെ എങ്ങനെ മനസ്സിലാക്കുന്നു? ഞാൻ ഈ ബ്ലാക്ക് ഡ്രസ് ഒക്കെ ഇട്ട് വിചാരിച്ചിട്ടാ. മാജിക് പഠിച്ചിട്ട്. അതാണ് ബ്ലാക്ക് മാജിക്. ഓ, എന്റെ കൗണ്ടർ കളഞ്ഞ് ഞാൻ പറയാൻ പറ്റുന്ന എന്റെ കൗണ്ടറാണ് എടുത്തത്. ഇനി എനിക്കിവിടെ റോളില്ല. ഗ്രൂമർ എന്നെ തല്ലാൻ സാധ്യതയുണ്ട്. ഈ കൗണ്ടർ പറയുന്ന അറിയാവുന്നതുകൊണ്ട് മാത്രം ഞാൻ അതൊന്നുമല്ല പറയാൻ വന്നത്. മെന്റലിസം എത്രത്തോളം നമ്മളിപ്പോ കണ്ടിട്ടുണ്ട്. പലതരത്തിലുള്ള മെന്റലിസം കണ്ടു അല്ലെ? നമ്മുടെ കോമഡി മാസ്റ്റേഴ്സിന്റെ തന്നെ വേദിയിൽ ഒരുപാട് പേര് മെന്റലിസം വർക്ക്ഔട്ട് ചെയ്തു. നമ്മുടെ ബാലചേട്ടൻ അല്ലെ മെന്റലിസം നമ്മുടെ അടുത്തിലേക്ക് കൊണ്ടെത്തിച്ച് നമ്മളെ ഞെട്ടിച്ചു. ഇന്ന് ഞാൻ നിങ്ങളെ മെന്റലിസത്തിലേക്ക് കൊണ്ടുപോവാണെങ്കിൽ എങ്ങനെയുണ്ടാവും? നമുക്ക് തുടക്കം തന്നെ നിങ്ങളുടെ മനസ്സൊക്കെ ഒന്ന് വായിച്ച് ഒരു ചെറിയ പെർഫോമൻസ് ഒക്കെ നടത്തിയിട്ട് എപ്പിസോഡിലേക്ക് കിടക്കാം. ഓക്കെ, അപ്പൊ ഒരു മെന്റലിസ്റ്റിനെയാണ് വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നത്. ലെറ്റ്സ് വെൽക്കം വിനോദ് ശാന്തിപുരം. ഹലോ മെന്റലിസ്റ്റ്, വെൽക്കം ടു കോമഡി മാസ്റ്റേഴ്സ്. ഓക്കെ, താങ്ക് യു. ഇവിടുന്ന് ഇപ്പൊ ഞാൻ പിച്ചും പേയും ഒക്കെ പറഞ്ഞു തുടങ്ങും. എന്റെ മനസ്സങ്ങ് വായിച്ചു തുടങ്ങുമോ? എങ്ങനെയാ? കുറച്ച് സമയം എടുത്ത് നമുക്ക് വായിക്കാം. അങ്ങനെ വേണ്ട, ഡോണ്ടു. ശരി, അപ്പം ഇന്ന് ഇപ്പൊ മെന്റലിസത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. സാധാരണ ഒരു മെന്റലിസ്റ്റ് എന്നൊക്കെ പറയുമ്പോൾ ഒരു മെജീഷ്യന്റെ ഒരു ലുക്കിലേക്കാണ് വരുന്നത്. പക്ഷെ സാധാരണക്കാരനിൽ വന്നിട്ട് ഇങ്ങനെ നമ്മുടെ മനസ്സൊക്കെ വായിച്ചങ്ങ് പോവാണോ? അല്ല, ഡ്രസ്സിലല്ല കാര്യം. പിന്നെ ഞാനൊരു സ്കൂൾ അധ്യാപകനാണ്. ഓക്കെ, അതോടൊപ്പം മെന്റലിസവും പെർഫോം ചെയ്യുന്നു. ഓക്കെ, നമ്മുടെ മാസ്റ്റേഴ്സ് ഒക്കെ റെഡിയാണ് പെർഫോമൻസ് കാണാൻ വേണ്ടി. അപ്പൊ എങ്ങനെയാ നമ്മൾ ആദ്യം പെർഫോമൻസിലേക്ക് കടക്കാം അല്ലേ? ആയിക്കോട്ടെ, പെർഫോമൻസ് കാണാം. നമുക്കൊരു പരീക്ഷണമാണ്. 50% മാത്രം സാധ്യതയുള്ള ഒരു പരീക്ഷണം. സാധാരണ ഒരാളുടെ മനസ്സ് മെന്റലിസ്റ്റുകൾ വായിക്കുന്ന നമ്മൾ കണ്ടിട്ടുണ്ട്. ഇവിടെ ഒരാളുടെ മനസ്സ് മറ്റൊരാൾ വായിച്ചാൽ എങ്ങനെയിരിക്കും? ഒരു പരീക്ഷണമാണ്. ഒരാൾ മനസ്സിൽ വിചാരിക്കുന്ന കാര്യം എലീനെ കൊണ്ട് ഞാൻ പറയിക്കാൻ പോവുകയാണ്. ഓക്കെ, അതാ. അപ്പോ ബിപിൻ ചേട്ടൻ ഒന്ന് വരാവോ? അങ്ങടെ അപ്പോ നമുക്കൊരു കാര്യം ചെയ്യാം. ഇതൊരു 2 പാർട്ടായിട്ടാണ് നടക്കാൻ പോകുന്നത്. ബിപിൻ ചേട്ടന്റെ മനസ്സിലുള്ള ഒരു സംഭവം എലീനെ കൊണ്ട് ഞാൻ പറയിക്കുക എന്നുള്ളത് എഴുതിക്കാൻ ശ്രമിക്കുകയാണ്. ഓക്കെ, എലീനെ പോലും അറിയാതെ എലീനെ കൊണ്ട് എഴുതാനുള്ളൊരു ശ്രമമാണ്. ഓക്കെ, ആദ്യം ബിപിൻ ചേട്ടൻ ഒരു കാര്യം ചെയ്യാം. മനസ്സിൽ പെട്ടെന്ന് ഒരു പേര് കൊണ്ടുവരിക. എനിക്കിഷ്ടമുള്ള ഒരാളുടെ ഒരു പേര്. ഓക്കെ, ആ പേര് നന്നായിട്ട് മനസ്സിൽ ഓർക്കുക. ഓക്കെ, ലുക്ക് അറ്റ് മൈ ഐസ്. എൻ്റെ കണ്ണുകളിലേക്ക് നോക്കുക. ഒന്ന് ശ്വാസം എടുക്കുക വേട്ടാ. സ്ലോലി ഡൗൺ. ഓക്കെ, ഇപ്പൊ മനസ്സിലൊരു പേരുണ്ട്. ഓക്കെ ആണല്ലോ? ആ പേര് നമ്മൾ എലീനെ കൊണ്ട് എഴുതിപ്പിക്കാൻ ഒരു ശ്രമമാണ്. ഓക്കെ, ഒരു കാര്യം, ഒരല്പസമയം എടുക്കും. ഇരുന്നാലോ? ഇരിക്കാം. ഇവിടേക്ക് ഇരിക്കണോ? അങ്ങനെ അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പൊ ബിപിൻ ചേട്ടന്റെ മനസ്സിലൊരു പേരുണ്ട്. ആ പേര് നന്നായിട്ട് മൈൻഡിൽ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുക. ഓക്കെ, നന്നായിട്ട് ആ പേര് മനസ്സിൽ റിപ്പീറ്റ് ചെയ്യുക. പ്ലീസ് ഗിവ് യുവർ ഹാൻഡ്. കയ്യും തരിക. ആ പേര് നന്നായിട്ട് റിപ്പീറ്റ് ചെയ്യുക. ഓക്കെ, എലീന ചെയ്യേണ്ടത് ഒരു അല്പസമയം കഴിയുമ്പോൾ എലീന ഒരു ഉറക്കത്തിലേക്ക് പോകും. ഓക്കെ, അതിനുശേഷം ഞാനിങ്ങനെ ഒരു പേന തരും. ആ പേന ഇങ്ങനെ പിടിക്കുക. പേന പിടിച്ചിട്ട് ഇങ്ങനെ കൈ വയ്ക്കുക. ഇങ്ങനെ പതുക്കെ കൈ ഇങ്ങനെ ചലിപ്പിച്ചുകൊണ്ടേയിരിക്കുക. ഓക്കെ, ഞാൻ പറയുന്ന കാര്യങ്ങളെല്ലാം കൃത്യമായും ഫോളോ ചെയ്യുക. എലീന, ലുക്ക് അറ്റ് മൈ ഐസ്. എൻ്റെ കണ്ണുകളിലേക്ക് നോക്കുക. ബ്രീത്ത് ഡീപ്ലി. ശ്വാസം ഉള്ളിലേക്ക് വലിക്കുക. സ്ലോലി ഡൗൺ. പ്ലീസ് ഗിവ് യുവർ ഹാൻഡ്. ഇവിടെ ഒന്ന് ഫോക്കസ് ചെയ്യുക. ഓക്കെ, നന്നായി ഫോക്കസ് ചെയ്യുക. ക്ലോസ് യുവർ ഐസ്. ഇനി കണ്ണുകൾ തുറക്കരുത്. ഞാൻ പറയാതെ കണ്ണുകൾ തുറക്കരുത്. ഞാനൊരു പേപ്പറും പേനയും തരും. അതിൽ അലീന എന്ത് ചെയ്യുക? കൈ ചലിപ്പിച്ചുകൊണ്ടിരിക്കുക. ഞാൻ പറയുമ്പോൾ അലീന ഈ പേപ്പർ ചുരുട്ടി കയ്യിൽ വെച്ചിരിക്കുക. എഴുതി കഴിഞ്ഞതിന് ശേഷം ഓക്കെ, റെഡി?
ക്ലോസ് ചെയ്ത് വെക്കുക. ഓക്കെ, നന്നായിട്ട് ഇറക്കി പിടിച്ച് ഇതിനൊരു പേപ്പർ ഉണ്ട്, ഇങ്ങനെ വെച്ചിരിക്കുക. ഓക്കെ, ആ പേര് നന്നായിട്ട് മനസ്സിൽ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുക. ഇവന്റെ മനസ്സിലുള്ള ആ പേര് ഞാൻ എലീനയിലേക്ക് നൽകാൻ പോവുകയാണ്. എലീന പതുക്കെ കൈകൾ ചലിപ്പിച്ചുകൊണ്ടേയിരിക്കുക, വെറുതെ കൈ മൂവ് ചെയ്തുകൊണ്ടേയിരിക്കുക. എലീന അറിയാതെ ഇങ്ങനെ മനസ്സ് ബ്ലാങ്ക് ആക്കിയിട്ട് കൈ ഇങ്ങനെ ചലിപ്പിച്ചുകൊണ്ടേയിരിക്കുക. നന്നായി കൈ ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടേയിരിക്കുക. ഓക്കെ, സ്ലോയില് കൈ ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുക. ആ പേര് നന്നായിട്ട് ഒന്ന് മനസ്സിൽ റിപ്പീറ്റ് ചെയ്യുക. എലീന ആ പേര് ഒന്നും മനസ്സിലില്ല, മനസ്സ് ബ്ലാങ്ക് ആണ്, വെറുതെ കൈ ചലിപ്പിച്ചുകൊണ്ടേയിരിക്കുക. കണ്ണുകൾ തുറക്കരുത്. പതുക്കെ ആ പേപ്പർ ഒന്ന് ചുരുട്ടിയെടുക്കാവോ? ചുരുട്ടി വെച്ചോളൂ, ചുരുട്ടി കയ്യിൽ വെച്ചു, ചുരുട്ടി കയ്യിൽ ചുരുട്ടി വെച്ചോളൂ, നന്നായിട്ട് ചുരുട്ടി ചുരുട്ടി വെച്ചോളൂ. എലീന ഒരു പേര് എഴുതി. ഓപ്പൺ യുവർ ഐസ്. വെറുതെ കൈ ചലിപ്പിച്ചു. എന്താണ് സംഭവിച്ചെന്നുള്ള ബോധമുണ്ടോ? ഇല്ല. അല്ലെങ്കിൽ ബോധം സംഭവിച്ചു അല്ലെങ്കിൽ ബോധമില്ല. ആണോ? ഓക്കെ. ആന്ന് ഏതാണ് പേര് പറയണോ? പാപ്പുടു. എന്താണ്? പാപ്പുടു. ഇത് മിക്കവാറും വെട്ടിലാകുന്ന കാര്യം തന്നെ. പാപ്പുടു നമുക്ക് പേരാണ് മനസ്സിൽ വിചാരിച്ചത്. എന്റെ മോളുടെ പേരാ. എലീന വെറുതെ കൈ ചലിപ്പിച്ചു. എന്താണ് സംഭവിച്ചെന്ന് അറിയില്ലല്ലോ. അറിയില്ല. ജസ്റ്റ് ഓപ്പൺ പേപ്പർ. പേപ്പർ ഓപ്പൺ ചെയ്യുക. എന്നിട്ട് പാപ്പുടു. ഇത് ഞാൻ എഴുതിയ മലയാളത്തിലാണ് എഴുതിയാണ്. അല്ലല്ല, ഇംഗ്ലീഷില്. അതായത് PAPPUDU. ആദ്യമായിട്ടാണ് സ്പെല്ലിംഗ് തെറ്റാണ്ട് എലീന. അല്ല, ഞാൻ ഒരു കാര്യം പറയട്ടെ, ഈ പാപ്പുടു എന്നൊക്കെ ഉള്ള ഒരു പേര് എന്റെ മോളുടെ പേരാ. ആണോ? പപ്പുടു. പാപ്പുടു. വീട്ടിൽ വിളിക്കുന്ന പേര്. അയ്യോ, ഗംഭീരം. നല്ലൊരു കൈയടി. സൂപ്പർ സൂപ്പർ സൂപ്പർ. ഇതുപോലെ ഇനിയും പറ്റുമോ? എനിക്ക് നാദിക്കാൻ അറിയണമെന്നുണ്ട്. ഓക്കെ, താങ്ക് യു. താങ്ക് യു. ഓക്കെ, താങ്ക് യു, താങ്ക് യു. യെസ്, വാട്ട്സ് നെക്സ്റ്റ്? എലീന, എന്തോ? നമുക്കൊരു യാത്ര പോയാലോ? യാത്രയോ? ഇപ്പോഴോ? ഒരു യാത്ര മീൻസ് ഒരു എന്താണ് ഇമാജിനറി. ഓക്കെ, ശരി. ഓക്കെ, നമുക്കൊരു ഇമാജിനറി യാത്ര. ഒരു കാര്യം ചെയ്യുക, ക്ലോസ് യുവർ ഐസ്. ഓക്കെ. നമ്മൾ രണ്ടുപേരും ഒരു സെലിബ്രേഷൻ നടക്കുന്ന സ്ഥലത്ത് നിൽക്കുകയാണ്. ഒരു ഫംഗ്ഷൻ നടക്കുകയാണ്. ആ ഫംഗ്ഷൻ നടക്കുന്ന സ്ഥലത്ത് ഒരുപാട് ഫുഡ് ഐറ്റംസ് ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട്. കുറേയേറെ ഫുഡ് ഐറ്റംസ് നിരത്തി വെച്ചിട്ടുണ്ട്. കുറേ ഫ്രൂട്ട്സുകൾ ഇങ്ങനെ പല പ്ലേറ്റുകളിലായി നിരത്തി വച്ചിരിക്കുകയാണ്. അതിൽ നിന്നും എലീനയ്ക്ക് ഇഷ്ടപ്പെട്ട ഒരു ഫ്രൂട്ട് കൈകൊണ്ടെടുത്തു. കൈകൊണ്ടെടുത്തോളൂ. ഇമാജിനറി കൈകൊണ്ട് പതുക്കെ എടുക്കുക. ഓക്കെ, എടുത്തു. പതുക്കെ വായ്ക്കുള്ളിലേക്ക് വെച്ചു. ഓക്കെ, അതിൻ്റെ ടേസ്റ്റ് വായ്ക്കുള്ളിൽ വരുന്നതായിട്ട് ഒന്ന് ഇമാജിൻ ചെയ്യുക. അതിൻ്റെ ടേസ്റ്റ് നന്നായിട്ട് എലീനയ്ക്ക് ഇപ്പോൾ അനുഭവിച്ചറിയാൻ കഴിയുന്നുണ്ട്. അതിൻ്റെ ടേസ്റ്റ് ഇപ്പോൾ വായ്ക്കുള്ളിൽ മുഴുവനായിട്ട് ഉണ്ട്, അല്ലേ? ആ ടേസ്റ്റ് നന്നായിട്ട് അനുഭവിക്കുന്നുണ്ട് എലീന. എലീനയുടെ വായിൽ മുഴുവൻ അതിൻ്റെ ടേസ്റ്റ് ആണ്. ആണോ? ആണ്. ആ ടേസ്റ്റ് ഉള്ള വസ്തു ഒന്ന് നന്നായിട്ടൊന്ന് ഇമാജിൻ ചെയ്യോ? ഇമാജിൻ ചെയ്യുക. നന്നായിട്ടൊന്ന് ഇമാജിൻ ചെയ്യുക. ഞാനതൊന്ന് ജസ്റ്റ് ഒന്ന് എഴുതുകയാണേ. ഓക്കെ, എലീന കണ്ണുകൾ തുറക്കണ്ട. ഞാനിപ്പോ ഒരു കാര്യം എഴുതിയിട്ടുണ്ട്. ഞാനത് അവിടെ ഏൽപ്പിക്കാൻ പോവുകയാണ് കേട്ടോ. ഓക്കെ, ഇത് നോക്കണ്ട. ഇതൊന്ന് നോക്കണ്ട. ഇങ്ങനെ ഒന്ന് കയ്യിൽ വെച്ചിരിക്കുക. ആ ടേസ്റ്റ് നന്നായിട്ട് കിട്ടുന്നുണ്ടോ? കിട്ടുന്നുണ്ട്. ഓക്കെ, ജസ്റ്റ് ഓപ്പൺ യുവർ ഐസ്. നല്ല ടേസ്റ്റ് ആയിരുന്നോ? ഏതാണ് ആ വസ്തു കഴിച്ചത്? സപ്പോട്ട. എന്താണ്? സപ്പോട്ട. ചിക്കു. സപ്പോട്ട. ആണോ? അയ്യോ, ഗംഭീരം. അടിപൊളി അടിപൊളി. സപ്പോർട്ടൊക്കെ എന്റെ മനസ്സിൽ അല്ല, സപ്പോർട്ടൊക്കെ എന്റെ മനസ്സിൽ നിന്ന് എടുത്തിട്ടുണ്ടെങ്കിൽ അത് ഗംഭീരം തന്നെയാ. ഫ്രൂട്ട് എന്നൊക്കെ പറയുമ്പോൾ ചിലപ്പോ ഓറഞ്ച് ആപ്പിൾ ഒക്കെ ഉണ്ട്. പക്ഷെ സപ്പോർട്ട ഇസ് ലൈക്ക് മൈ ഫേവറേറ്റ്. അതൊക്കെ പാപ്പിടു സപ്പോർട്ട. എന്റെ മോനെ, കിടുക്കി കിടുക്കി. എന്നാ ഞാനൊരു കാര്യം ചോദിക്കട്ടെ? ഇപ്പൊ ഇത്രയും പറഞ്ഞോണ്ട് ഞാൻ ചോദിക്കാം. ഇപ്പൊ ഞാൻ ഇതുപോലെ തന്നെ എന്തെങ്കിലും ഒരു പേരോ അങ്ങനെ എന്തെങ്കിലും ഞാൻ ഒന്ന് മനസ്സിൽ വിചാരിച്ചാൽ ചെയ്യാവോ? കണ്ടപ്പോ എനിക്കൊരു കൗതുകം തോന്നി. ഇതെല്ലാത്തിനും ഞാനിപ്പോ ഒരു കാര്യം പറയാം. ഒന്നും ഓവർ എക്സ്പെക്ടേഷനോട് ചെയ്യുന്നതല്ല. 50-50 സാധ്യത മാത്രമേ ഉള്ളൂ ഇതൊക്കെ കേട്ടോ. എന്നാലും ഒന്ന്
ആ പേരൊന്ന് മനസ്സിലൊന്ന് പെട്ടെന്ന് ഒന്ന് കൊണ്ടുപോവാ. റാൻഡംലി ഞാൻ ആലോചിക്കുവാണേ. ഓക്കെ ഓക്കെ ആ ഉണ്ട്. ആ ഹാ, പരീക്ഷണമാണ്. ഓക്കെ. ഓക്കെ, സുഖമാണല്ലോ അല്ലേ? അതെ. വെറുതെ ചോദിച്ചതാ. ഓക്കെ, വെറുതെ 1 മുതൽ 10 വരെ ഒന്ന് കൗണ്ട് ചെയ്യാവോ? Loud ആയി. ലൗഡായി. ഓക്കെ. 1 2 3 4 5 6 7 8 9 10. ഇനി look at my eyes. A B C D E F G H I J K A. Please give your hand. A B C D E. ഇപ്പൊ മനസ്സിലുള്ള ആ പേരിലെ എത്ര അക്ഷരങ്ങൾ ഉണ്ടെന്നൊന്നോ മൈൻഡിലൊന്നോ മനസ്സിലൊന്നോ ഓർത്ത് വെക്കാവോ? 1 2 3 4 5 1 2 3 1 2 1 2 2 വേർഡ്സ് ആണോ? 2 letters 2 letters ഉള്ളൂ. ആ. Start with A, end with J. AJ. ആണോ? ഏജ് എന്നെ പേഴ്സണൽ ചെയ്യുന്ന ആള് എന്റെ കൂടെ എപ്പോഴും ഉള്ള ആള് ഏജ്. ആരാ? എന്റെ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ്. പക്ഷെ മേക്കപ്പ് ആർട്ടിസ്റ്റ് അല്ല, അതിനുപരി എന്റെ എല്ലാമാണ്. അയ്യോ. ആ ഏജ് എന്നൊക്കെ ഉള്ളൊരു പേര്, അത് ഞാൻ 2 ലെറ്ററേ ഉള്ളൂ. പുള്ളിക്കാരത്തി ഞാൻ വിളിക്കുന്ന ഒരു ക്യൂട്ട് നെയിം ആയിട്ടാണ് ഞാൻ അതങ്ങനെ എത്തിക്കുക. പക്ഷെ ഞെട്ടി ഇനി എനിക്കൊന്നുമില്ല. എന്റെ ഡൗട്ട് ഒക്കെ തീർന്നു. ആർക്കെങ്കിലും ഡൗട്ട് Okay, നമുക്കൊരു കാര്യം ചെയ്യാം. പണി വരുന്നുണ്ട് അവറാച്ചാ. ചേട്ടാ, ഇതൊരു ഹോട്ടലിലെ ഒരു കീ ചെയിനാണ്. തുറക്കരുത്, ഒരു കാരണവശാലും തുറക്കരുത്. ഇങ്ങനെ തന്നെ കയ്യിൽ ഹോൾഡ് ചെയ്യുക. ഓക്കെ, ജസ്റ്റ് ഹോൾഡ് ചെയ്യുക. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 50-50 ആണ് കേട്ടോ. ഇതൊന്നും ക്ലെയിം ചെയ്തിട്ട് ചെയ്യുന്നതല്ല. എനിവേ, പക്രുചേട്ടാ, നമ്മളൊരു യാത്ര പോവുകയാണ്. ഞാനും പക്രുചേട്ടനും കൂടി ഒരു യാത്ര പോകുന്നു. ജസ്റ്റ് ഇമാജിൻ, അവിടെ നമ്മൾ ഒരു വലിയൊരു ഹോട്ടലിന്റെ മുമ്പിൽ ഇപ്പോൾ നിൽക്കുകയാണ്. ഓക്കെ, ഹോട്ടലിന് മുമ്പിൽ നമ്മൾ നിൽക്കുകയാണ്. പതുക്കെ അകത്തേക്ക് കയറി കീ വാങ്ങി നമ്മൾ ആ റൂമിലേക്ക് പോയി. ഞാൻ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം വിഷ്വലി ഇമാജിൻ ചെയ്യണം. നമ്മളിപ്പോൾ ഒരു റൂമിന്റെ മുമ്പിൽ നിൽക്കുകയാണ്. ഞാനും പക്രുചേട്ടനും ഒരു റൂമിന്റെ മുമ്പിൽ നിൽക്കുകയാണ്. അവിടെ ആ റൂമിന്റെ മുൻവശത്ത് ഒരു 2 ഡിജിറ്റ് നമ്പർ കാണാം. 2 digit. ആ 2 ഡിജിറ്റ്. ജസ്റ്റ് ലുക്ക് അറ്റ് മൈ ഐസ്. ഇപ്പോ നമ്മൾ രണ്ടുപേരും അവിടെ ഒരു 2 ഡിജിറ്റ് നമ്പർ കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ഏതാണ് ഏട്ടാ നമ്പർ? പറഞ്ഞോളൂ. 26. 26. എന്തായാലും അതൊന്ന് ഓപ്പൺ ആക്കി നോക്ക് കേട്ടാ. അത് നോക്കൂ. അയ്യോ. എന്നാ 3 to 6 ആണോ 2 6 ആണോ? 2 6 ഒന്ന് കാണിച്ചു തരുമോ ഞങ്ങൾ പ്രേക്ഷകർക്ക് വേണ്ടി? സൂപ്പർ. Okay. അടിപൊളി, It's- കൊള്ളായിരുന്നു. ഞാനാണ് ഈ നമ്പർ ചേട്ടന്റെ മനസ്സിലേക്ക് ഇൻജെക്ട് ചെയ്തത് എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ കഴിയുമോ? ഇൻഫ്ലുവൻസ് ഇല്ല. ഇല്ല. നമ്മൾ നേരത്തെ ഇതിനെപ്പറ്റി എന്തെങ്കിലും സംസാരിച്ചിട്ടുണ്ടോ? ഇല്ല, ഒരിക്കലും ഇല്ല, ഒരിക്കലും നമ്മൾ ഒരു കാര്യവും സംസാരിച്ചിട്ടില്ല. ഇറ്റ്സ് പ്രിന്റഡ് ആണ്. താങ്ക് യു വെരി മച്ച്. നമ്മളെല്ലാരും ഞെട്ടി ശരിക്കും പറഞ്ഞ. അതില് ഏറ്റവും നിഷ്കളങ്കമായ 3 പേരെ മാത്രം പറ്റിച്ചു എന്നുള്ളതാണ് അതിൽ ഏറ്റവും വലിയ സത്യം. ഗംഭീര പെർഫോമൻസ് ആയിരുന്നു. Okay. ഇത് ശരിക്കും ഇപ്പം ടീച്ചറാന്ന് പറഞ്ഞു, അതുകൊണ്ട് ഞാൻ ചോദിക്കുന്നത് സ്റ്റുഡൻസിന്റെ ഇടയ്ക്കൊക്കെ ഞാൻ സ്കൂൾ എടുക്കാറുണ്ട്. അധ്യാപകനാണ്. UP സ്കൂൾ അധ്യാപകനാണ്. എവിടെയാണ്? മരുതൂർക്കോണം PTM വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകനാണ്. ഞാൻ പഠിച്ച വിദ്യാലയം തന്നെയാണ്. ഓ ഏത് വിഷയമാണ് പഠിപ്പിക്കുന്നത്? ഞാൻ സോഷ്യൽ സയൻസ് ആണ്. UP ആണ്. എല്ലാ വിഷയവും നമുക്ക് കൈകാര്യം ചെയ്യണം. പിന്നെ എന്നെ സംബന്ധിച്ച് ക്ലാസ് റൂമിൽ ഇത് ഭയങ്കരമായി വർക്ക് ചെയ്യുന്നുണ്ട്. കാരണം കുട്ടികള് പലപ്പോഴും നമ്മളൊന്നും ചോദിച്ചില്ലെങ്കിൽ പോലും വീടുകളിൽ പോയി പറയും, ഹോംവർക്ക് എല്ലാം എഴുതിയില്ലെങ്കിൽ സാർ ഇത്ര പ്രാവശ്യം വായിച്ചില്ലെങ്കിൽ സാറ് നാളെ പൊക്കും. എന്നൊക്കെ പറഞ്ഞ് കുറെ കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് കുട്ടികൾ നമ്മൾ പറയുന്ന കാര്യങ്ങൾ കൂടുതൽ അനുസരിക്കാനും നമ്മൾ എന്തെങ്കിലും പറഞ്ഞാൽ അതിനൊരു വാല്യൂ നൽകാനും ഒക്കെ ശ്രമിക്കാറുണ്ട്. അല്ല, ഓൾറെഡി അധ്യാപനത്തിൽ സൈക്കോളജി ഒരു വിഷയമാണ്. അതെ. അതിന്റെ കൂട്ടത്തിൽ ഇതും കൂടി ഉണ്ടെങ്കിൽ ഗംഭീരായി. സത്യം. അടിപൊളി. യെസ് നാദിക, എങ്ങനെയുണ്ടായിരുന്നു ഈ പെർഫോമൻസ് എല്ലാം കൂടെ കണ്ടിട്ട്? അല്ല, ചെയ്യുന്ന കാര്യങ്ങൾ കൃത്യമാണ്. അല്ലെങ്കിൽ നമുക്ക് ഓരോ ഐറ്റം ഇപ്പോൾ എലീനയുടെ അടുത്ത്, പക്രുവിൻ്റെ അടുത്ത്, ബിബിൻ്റെ അടുത്ത്, അതല്ലാതെ ഇദ്ദേഹം ചെയ്ത പല കാര്യങ്ങളും ഇപ്പോൾ ഇവിടെ പെർഫോം ചെയ്ത എല്ലാ കാര്യങ്ങളും ഞെട്ടിക്കുന്നതാണ്. അതെ. ഒരു സാധാരണ കേസിൽ ഇപ്പൊ നമ്മൾ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. നമ്മൾ ഒരുപാട് മെന്റലിസ്റ്റുകൾ കണ്ടിട്ടുണ്ട്. എനിക്ക് ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. ഇപ്പൊ ആദി, അതെ. നിബിൻ നിരവത്ത്, ഫാസിൽ ബഷീർ, അങ്ങനെ ഒത്തിരി മെന്റലിസ്റ്റുകളുണ്ട്. ആ കൂട്ടത്തില് അവരുടെ പേരിന്റെ കൂട്ടത്തിൽ ഒരു പേര് കൂടിയായി
മനസ്സിൽ. താങ്ക് യു. അപ്പൊ എന്തായാലും നന്നായിട്ട് തന്നെ നമ്മൾ എല്ലാരെയും ഞെട്ടിച്ചിരിക്കുകയാണ്. പക്രുചാൻ എന്തെങ്കിലും ആഡ് ഓൺ ചെയ്യാനുണ്ടോ ഈ ഒരു പെർഫോമൻസിനെ പറ്റി? അതിഗംഭീരമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എടുത്ത ടാസ്ക് അത്ര ഈസി അല്ല. അവിടെ നിന്ന് ഇവിടെ കൊണ്ടുവന്ന ഈ ഒരു സാധനം തന്നിട്ട് ഞാൻ ചിന്തിച്ചതെന്ന് പറയുന്നത് എൻ്റെ ഒരു അനുഭവമാണല്ലോ നമ്മൾ എടുത്തു പറയേണ്ടത്. ഒരു കാരണവശാലും അദ്ദേഹമായിട്ട് ഞാൻ സംസാരിച്ചിട്ടില്ല. ആ നമ്പർ തന്നെ ഇത്രയും നമ്പറുകൾ, ഇത്രയും റൂം നമ്പർ ഉണ്ടായിട്ട് നമ്മളെ കൊണ്ട് ആ സമയത്ത് പുള്ളി തോന്നിപ്പിക്കുന്നു എന്ന് പറയുന്നത് അതൊരു അപാര കഴിവുള്ള, അല്ലെങ്കിൽ ഇതിൽ മെനക്കെട്ടിറങ്ങിയിരിക്കുന്ന ഒരാളെന്ന് വേണമെങ്കിൽ പറയാം. എഴുതിയപ്പോഴും ഒന്നും തോന്നിയില്ല. ഇല്ല, ബിക്കോസ് ഞാൻ കണ്ണടച്ചിട്ടേ മൂവ്മെന്റ് ഉണ്ടായിരുന്നു. നമുക്കത് കണ്ണടച്ച് കേൾക്കുന്നതുകൊണ്ട് എന്താണെന്നുള്ളത് മനസ്സിലാവുന്നില്ലല്ലോ. എന്തായാലും ഓൾ ദ ബെസ്റ്റ് എല്ലാ ഭാവുകങ്ങളും. Okay. ഇനിയും കൂടുതൽ നമ്പറുകളായിട്ട് നീ വരണം. തീർച്ചയായും. ഇവിടെ കാണും. അടിപൊളി. യെസ് ബിപിൻ ചേട്ടാ. അല്ല, ഇവര് പറഞ്ഞ തന്നെയാണ്, ഇത് തന്നെ അഭിപ്രായം. ഞെട്ടി. ഒന്ന് ഞാൻ അവിടെ ഇരുന്നിട്ട് പാപ്പിടു എന്നുള്ള പേര്, അത് ഒന്ന് ഭയങ്കര റേറ് പേരാണ്. അത് എങ്ങനെ കിട്ടി എന്നുള്ളതാണ് എന്റെ ഷോക്ക്. എന്തായാലും ഗംഭീരം. ഓക്കെ, താങ്ക് യു. കൊള്ളാം. അപ്പൊ എന്തായാലും ഇത്രയും ഞെട്ടിച്ച ഈ ഒരു ഗംഭീര പെർഫോമൻസിന് എത്ര സ്റ്റാർസ് ആണ് നമ്മൾ നൽകാൻ തീരുമാനിച്ചിരിക്കുന്നത് മാസ്റ്റേഴ്സ്? 5 സ്റ്റാർ. 5 സ്റ്റാർ. സൂപ്പർ. കോമഡി മാസ്റ്റേഴ്സിന്റെ വേദിയിൽ വീണ്ടും ലഭിക്കുന്നു 5 സ്റ്റാർസ് ആണ്. ആൻഡ് കൺഗ്രാറ്റുലേഷൻസ്. അപ്പൊ തരണ്ടേ സ്റ്റാർസ് വേണ്ടേ? വേണം. നാദിക പ്ലീസ് ജോയിൻ us. ഓൾറൈറ്റ്. അപ്പം 5 സ്റ്റാർസ് 5 സ്റ്റാർസിന്റെ മെമെന്റോ ഇവിടെ നമ്മുടെ കയ്യിലുണ്ട്. അത് നൽകാണ് നാദിക. അതോടൊപ്പം തന്നെ ലണ്ടൻ ക്ലാസിക് നൽകുന്ന ഒരു അടിപൊളി ഷർട്ടും സമ്മാനം. താങ്ക് യു സോ മച്ച്. നാദിക, ഒരു ബ്രേക്ക് ഒക്കെ പറഞ്ഞിട്ട് നമുക്ക് പോവാന്നേ.